السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله. الصلاة والسلام عليك يا رسول الله، يا حبيب الله، يا رحمة للعالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന്യരായ നമ്മുടെ ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും സമസ്ത സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട ഉമർ ഫൈദുക്കും, നമ്മുടെ ഈ സദസ്സിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന സുന്നി കൈരളിയുടെ അനുഗ്രഹീതനായ ആദർശ പ്രഭാഷകൻ കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവ്, ഇവിടെ ആമുഖ പ്രാർത്ഥന നിർവഹിച്ച നമ്മുടെ ബേപ്പൂർ ഖാദി, ബഹുമാനപ്പെട്ട സലാം ഫൈദി, വളരെ ആദരണീയരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, മുത്താലിം സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അനുഗ്രഹീത സംഗമത്തെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ദർജ ഉയർത്തട്ടെ. ഇവരുടെ മദദ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു താൻ ഇഷ്ടപ്പെട്ട മഹാന്മാരെ അല്ലാഹുവിൻ്റെ വജഹിന് വേണ്ടി അവരെ സ്നേഹിക്കാനും ആദരിക്കാനും അവരിൽ നിന്ന് ബർക്കത്തെടുക്കാനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ചരിത്ര പ്രസിദ്ധമായ 467 അഭിവാണിപ നേർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടെ കഴിഞ്ഞ 27-ാം തീയതി ആരംഭിച്ച് ഈ വരുന്ന 5-ാം തീയതി ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ ആണ്ട് പരിപാടി അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട മഹാരഥന്മാരായ ആളുകളോടുള്ള നമ്മുടെ ആദരവും ബഹുമാനവും ഒക്കെ നമ്മുടെ വിജയത്തിന് നിദാനമായി ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളാണ്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉദ്ഘാടന പ്രഭാഷണത്തിൽ അഭിനന്ദനായ ഉസ്താദ് ഉമർ ഫൈദി നമ്മളോട് സൂചിപ്പിച്ചത്. മുസ്ലിമീങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാൻ ഇവിടെ നിലനിൽക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ഈമാൻ നിലനിർത്തുക എന്നത്
ഓരോ വിശ്വാസികളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, അഭിലഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വഴിപിഴച്ചവരുടെ മാർഗത്തിലോ വഴികളിലോ ഉൾപ്പെടുത്താതെ യഥാർത്ഥമായ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീമിന്റെ വഴിയിൽ നിലനിർത്തണമെന്ന് നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിശ്വാസികൾ പ്രാർത്ഥന നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്നതിന് കാതലായിട്ടുള്ള ഒരു വഴിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കപ്പെട്ട, ബഹുമാനിക്കപ്പെട്ട, അല്ലാഹുവിന്റെ അരികിൽ പരിഗണിക്കപ്പെട്ട എല്ലാറ്റിനോടുമുള്ള ബഹുമാനം എന്നത്. ومن يعظم شعائر الله فإنها من تقوى القلوب. നമ്മുടെ ഖൽബിൽ അല്ലാഹുവിനെ പറ്റിയുള്ള ചിന്തകൾ നിലനിൽക്കുന്നതിന് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത്. അത് വ്യക്തികളാകാം, സ്ഥലങ്ങളാകാം, മാസങ്ങളാവാം, ദിവസങ്ങളാവാം, രാവുകളാവാം, വിവിധ പ്രദേശങ്ങളാവാം, എന്തുമാവാം. അതിന്റെ അടിസ്ഥാനമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സംഗതി എന്നതാണ്. ഈ വിശുദ്ധമായ റജബ് മാസത്തിന്റെ ആദ്യം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ബർക്കത്തിന് വേണ്ടി ദുആ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിശുദ്ധമായ മാസത്തെ നമ്മൾ പ്രത്യേകം ആദരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, ജാഹിലിയ കാലത്തുള്ള ആളുകൾ പോലും വിശുദ്ധമായ റജബ് മാസത്തിനെ ആദരിച്ചിരുന്നു എന്ന് ഇസ്ലാമിന്റെ വിവിധങ്ങളായ ഗ്രന്ഥങ്ങളിലൂടെ, ചരിത്രത്തിലൂടെ നമ്മൾ പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ്. ജാഹിലിയ കാലത്തുള്ള ആളുകൾ വരെ വിശുദ്ധമായ റജബ് മാസത്തിന് ആദരവ് കാണിച്ചിരുന്നു. കിതാബുകൾ കാണുന്നുണ്ട്. ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ പിതാക്കന്മാരെ ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ ആ കൊലപ്പെടുത്തിയിട്ടുള്ള ഘാതകനെ അന്വേഷിച്ചുകൊണ്ട് അവരുടെ മകൻ അന്വേഷിക്കുകയാണെങ്കിൽ തന്റെ പിതാവിനെ കൊലപ്പെടുത്തിയ അയാളെ ദൃഷ്ടിയിൽപ്പെടുന്നത് റജബ് മാസത്തിലാണെങ്കിൽ അയാളത് മൈൻഡ് ചെയ്യാറില്ല. എന്റെ പിതാവിനെ കൊന്ന ആളാണല്ലോ ഇയാളെന്ന് വിചാരിച്ച് അയാൾക്കതിനെ എതിരെ പ്രവർത്തിക്കുകയോ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന സ്വഭാവം പോലുമില്ല. കിതാബിൽ കാണാം, വേറെ ഒരാൾ വന്നിട്ട് പറയാണ് നിങ്ങളുടെ ഉപ്പാനെ കൊന്ന ആൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് റജബ് മാസത്തിലാണെങ്കിൽ അത് കേൾക്കുക പോലുമില്ല, ശ്രദ്ധിക്കുക പോലുമില്ല എന്നിവരെ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് അത്രമാത്രം വലിയ പരിഗണന കൊടുത്ത ഒരു മാസം കൂടിയാണ് വിശുദ്ധമായ റജബ് മാസം. ഈ മാസത്തിനെ നമ്മൾ ഈതിബാർ ചെയ്യുന്നത്, ആദരിക്കപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ പഠിച്ച സ്വഹാബത്ത് ആദരിക്കപ്പെട്ടു എന്ന പരിഗണനയാണ്. അപ്പോൾ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുള്ള വസ്തുക്കളോടും വ്യക്തികളോടും ആളുകളോടും ഒക്കെയുള്ള സ്നേഹങ്ങൾ. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സമസ്തക്കാരെ കൊണ്ടുവന്ന ഒരു പദ്ധതിയല്ല, പ്രവർത്തനമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരായ അമ്പിയാക്കളും സ്വഹാബത്തുമൊക്കെ അവരെ ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്ത പ്രവർത്തനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വസ്തുക്കൾ എന്താണെങ്കിലും വലിയ ആദരവും ബഹുമാനവുമാണ് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ധരിച്ചിട്ടുള്ള ഒരു വസ്ത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പാത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളുടെ ശരീരത്തെ തൊട്ട് കഴിഞ്ഞാൽ ആ തൊട്ട ഭാഗങ്ങൾ അതിനൊക്കെ വലിയ ആദരവും ബഹുമാനവും മഹാരഥന്മാരായ സ്വഹാബത്തുൽ കിറാം നൽകിയിരുന്നു എന്ന് ഇസ്ലാമിന്റെ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയുടെ കയ്യിൽ തലവെച്ച് സ്പർശിച്ചപ്പോൾ ആ സ്വഹാബി പിന്നീട് മരിക്കുന്നത് വരെ
അയാളുടെ മുടി അയാൾ മുണ്ടനം ചെയ്തിട്ടില്ല, മുടി വെട്ടിയിട്ടില്ല എന്നാണ്. അതിന് അദ്ദേഹം കാരണം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ തലയിൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈവച്ച് സ്പർശിച്ചിട്ടുള്ള മുടിയായതുകൊണ്ട് ഈ മുടി ഞാൻ വെട്ടുകയില്ല എന്നാണ് അവിടുന്ന് ഈ സ്വഹാബി വര്യൻ പരിചയപ്പെടുത്തിയത്. ഇങ്ങനെ ആദരവും ബഹുമാനവും ഒക്കെ വലിയ ശീലമായി ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്ന ആളുകളാണ് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം. അതിന്റെ പാരമ്പര്യമാണ് നമ്മൾ ഇവിടെ നിർവഹിക്കുന്നത്. മഹാനവറുകളുടെ വിശുദ്ധമായ മഖാമിൽ സിയാറത്തിന് വരുന്ന ആളുകൾ, അവരെ കയ്യിൽ ചിലപ്പോൾ വെള്ളമുണ്ടാകും. ആ വെള്ളം മഹാനവറുകളുടെ മഖാമിന്റെ അടുത്ത് വെക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും തുണികൾ കൊണ്ടുവരും. ആ തുണികൾ മഹാനവറുകളുടെ മഖാമിന്റെ മുകളിൽ ഇട്ടുകൊണ്ട് ബർക്കത്തെടുക്കും. ഇങ്ങനെ ബർക്കത്തെടുക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ നിർവഹിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമായിട്ടുള്ള വഴിയായതുകൊണ്ടാണ്. ആ പാരമ്പര്യത്തിന്റെ ശീലമാണ് അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ഇന്ന് നടത്തി വരുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ അപ്പമാണിപ്പ നേർച്ചയും ധാരാളം വ്യത്യസ്തങ്ങളായ പലഹാരങ്ങളും അപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇവിടെ നേർച്ചയാക്കി ഇവിടുന്ന് ബർക്കത്ത് സ്വീകരിച്ച് ഇവിടെ മഹാന്മാരുടെ മഖാമിൽ തൂങ്ങുന്ന ആ കൊടിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ശീലകളിൽ നമ്മൾ മുത്തി ബർക്കത്തെടുക്കുന്നത് അല്ലാഹു തആല ആദരിക്കപ്പെട്ട ഒരു മഹാനുമായി ബന്ധപ്പെട്ട വസ്തുക്കളോടുള്ള നമ്മുടെ ബഹുമാനമാണ്. ഈ ബഹുമാനത്തിന്റെ അടിസ്ഥാനം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ മഹാരഥന്മാരായ സ്വഹാബത്ത്, താബിഈങ്ങൾ, മഹത്തുക്കളായ ആളുകളൊക്കെ അങ്ങനെ വലിയ ബർക്കത്തെടുത്തത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരായ ആളുകൾ ഇവിടെ ഒരുപാട് മഹത്തുക്കളായ നമുക്കൊക്കെ നല്ല സുപരിചിതനായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ 40 വർഷക്കാലത്തെ ജനറൽ സെക്രട്ടറിയായിരുന്ന ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനവറുകൾ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ തങ്ങൾ അവറുകൾ ഈ വിശുദ്ധമായ മഖാമുമായി വലിയ ബന്ധമാണ് അവർ സ്ഥാപിച്ചിരുന്നത്. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ അഗാധമായ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുടെ സൂര്യ തേജസ് എന്ന് പണ്ഡിത ലോകം വിധിയെഴുതിയ മഹാനായ ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇങ്ങനെയുള്ള ഒരുപാട് മഹാന്മാരെ സന്ദർശിക്കുകയും ചില പ്രദേശങ്ങളിലൊക്കെ പോയി അവിടുത്തെ നാട്ടുകാർക്ക് പോലും പരിചിതമല്ലാത്ത പല ആളുകളെയും പല മഖാമുകളും ചെന്നുകൊണ്ട് ഇവിടെ വലിയ മഹാന് കിടക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവர்கள் പരിചയപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ഭാഗത്തേക്കൊക്കെ പരിപാടിക്ക് ചെല്ലുമ്പോൾ വലിയ ഉറൂസിന്റെ പരിപാടികളാണ്. അവിടെ കിടക്കുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ ഒരു കൃത്യമായ ചിത്രം അവർക്ക് പറഞ്ഞു തരാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരതിന് പറയുന്ന പ്രധാനപ്പെട്ട അടയാളം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇവിടെ വന്നുകൊണ്ടപ്പോഴും സിയാറത്ത് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ CM വലിയുള്ളാഹി തങ്ങൾ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇന്ന മഹാന്മാര് എപ്പോഴും ഇവിടെ വന്നു പോകാറുണ്ട്. അതാണ് അവരുടെ ഏറ്റവും ആധികാരികമായിട്ടുള്ള രേഖ. നമ്മുടെ വളാഞ്ചേരിക്കടുത്ത് കുറ്റിപ്പുറത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് റോഡിന്റെ സൈഡിൽ ഒരു മഖാമ് കാണാൻ കഴിയും. ആ മഖാമ് ആരതാണ്, അവിടുത്തെ അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് പോലും പലർക്കും അറിയില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ തങ്ങൾ അവിടെ ഒരു ആണ്ടുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അവിടുത്തെ സംഘാടകരും അന്ന് അവിടെ ജോലി ചെയ്യുന്ന ശൈഖുനയുടെ ഒരു ശിഷ്യനും ബഹുമാനപ്പെട്ട ശൈഖുനയോട് പറഞ്ഞു, ശൈഖുന ഇവിടെ കിടക്കുന്ന ആളെ പേരൊന്നും ഞങ്ങൾക്കറിയൂല. നിങ്ങൾക്കറിയൂലേ? എന്നാൽ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. മഹാനായ ശൈഖുന അവറുകൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഈ മഖാമിന്റെ അരികിൽ വന്ന് ദുആക്ക് നടത്തിയതിനു ശേഷം അവിടെ കൂടിയിട്ടുള്ള ആളുകളോട് അവിടെ അന്തിയിറങ്ങുന്ന ആളുടെ പേര് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം ഒരു ഷഹീദാണ് എന്ന് ബഹുമാനപ്പെട്ട ശൈഖുനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇത് കുറെ ആളുകൾക്ക് വിശ്വാസമുണ്ടായി, കുറെ ആളുകൾക്ക് അത്ര വിശ്വാസമുണ്ടായില്ല. അവിടുന്ന് കുറച്ച് കാലം കഴിഞ്ഞ് റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ മഖാമിന്റെ പരിസരത്തുനിന്ന് പഴയകാലത്ത് യുദ്ധത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന പല ആയുധങ്ങളും പല വസ്തുക്കളും പരിചയ പോലെയുള്ള പല സാധനങ്ങളും അവർക്ക് ലഭ്യമായി എന്നവരെ അവിടുത്തെ ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
ഞാൻ സൂചിപ്പിക്കുന്നത് മഹാന്മാരുമായിട്ടുള്ള ബന്ധം മാത്രമല്ല, മൺമറഞ്ഞിട്ടുള്ള മഹാരഥന്മാരോട് അവരെ അറിയാനും അവരോട് സംസാരിക്കുവാനും ഒക്കെ കഴിവുള്ള ശൈഖുന ശംസുലമായ തങ്ങളെ പോലെയുള്ള മഹത്തുക്കളായ ആളുകൾ വലിയ ബഹുമാനം കാണിച്ച ഒരു മഹാന് കൂടിയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അല്ലാഹു തആല അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഈ മഹാന്മാരൊക്കെ സ്നേഹിച്ച് പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന് കരുത്തുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആ സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ പാത കഴിഞ്ഞ 100 വർഷക്കാലമായി നമ്മളെ പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം, ആ സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനം ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത ഇന്ന് മുതൽ നാളെ മുതൽ ഇന്ന് രാത്രി 12 മണിയോടുകൂടെ ആരംഭിക്കുന്ന 2026 ഫെബ്രുവരി മാസത്തിൽ അതിന്റെ ആദ്യവാരത്തിൽ 4 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ കാസർഗോഡ് കുനിയയിൽ ഇൻഷാ അല്ലാഹ് വളരെ സജീവമായി നടക്കുകയാണ്. സമ്മേളനത്തിനനുബന്ധമായ പ്രവർത്തനങ്ങളിലും സമ്മേളന പരിപാടികളിലുമൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ സാന്നിധ്യവും പങ്കാളിത്തവും ഒക്കെ ഉറപ്പുവരുത്തുകയും നമ്മുടെ നാടുകളിൽ നിന്ന് സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനത്തിന് പോകാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ മുൻകൂട്ടി നിർവഹിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും വേണ്ടതുപോലെ ശ്രദ്ധിക്കണമെന്നും സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത്തരത്തിലുള്ള മഹാന്മാരോടുള്ള ബന്ധവും അവരോടുള്ള നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി നമ്മുടെ ആഖിബത്ത്, നമ്മുടെ അവസാനം നന്നായി മരിക്കുവാനുള്ള ഇത്തരം വഴികളെ നമ്മൾ നിലനിർത്തുക മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങളിലും മക്കളിലും പേരമക്കളിലുമൊക്കെ ഈ ഒരു ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടാക്കാനും കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതുപോലെ ബഹുമാനപ്പെട്ട നന്ദി ദാറുസ്സലാം ജാമിഅ ദാറുസ്സലാം അൽ ഇസ്ലാമിയ അതിന്റെ ആഭിമുഖ്യത്തിനും കീഴിലുമായിട്ടാണ് ഇവിടുത്തെ പള്ളിയും ഇവിടെ നടക്കുന്ന ഹിഫ്ദ് കോളേജും അനുബന്ധമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ നമ്മൾ നൽകുന്ന ഓരോ സംഭാവനകളും ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കെടുക്കലോടുകൂടെ മറ്റുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദി ദാറുസ്സലാം അറബിക് കോളേജും അതിന്റെ അനുബന്ധമായ 10-40 പരം വരുന്ന സ്ഥാപനങ്ങളും അതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി അൽഹംദുലില്ലാഹ് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നന്ദി ദാറുസ്സലാം അറബിക് കോളേജിന്റെ കീഴിൽ എല്ലാ വ്യത്യസ്തമായ സംവിധാനങ്ങളും അറബിക് കോളേജ്, ശരീഅത്ത് കോളേജ്, ഹിഫ്ദ് കോളേജ്, മതഭൗതിക സമന്വയ സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വലിയ ഒരു കേന്ദ്രമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നന്ദി ദാറുസ്സലാം അറബിക് കോളേജ്. അല്ലാഹു തആല സ്ഥാപനത്തെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്തുകയും നന്ദി ദാറുസ്സലാമിന്റെ കീഴിൽ ഇവിടെ നടക്കുന്ന ഹിഫ്ദ് കോളേജ് ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ ഹിഫ്ദ് കോളേജുകളുടെ സ്ഥാപനത്തിലൊക്കെ പഠിക്കുന്ന മക്കൾക്ക് അല്ലാഹു നല്ല നാഫിയ ഇൽമ പ്രദാനം ചെയ്യുകയും അവരെ നല്ല ആലിമീങ്ങളും ഹാഫിദീങ്ങളുമാക്കി അല്ലാഹു തആല ഉയർത്തുകയും നമ്മുടെ എല്ലാ അറബിക് കോളേജ് ദീനി സ്ഥാപനങ്ങളൊക്കെ പഠിക്കുന്ന പരിശുദ്ധ സമസ്തയെയും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളൊക്കെ അംഗീകരിച്ച് പ്രവർത്തിക്കുവാൻ നമ്മുടെ വളർന്നു വരുന്ന മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രബോധകന്മാരും പ്രവർത്തകന്മാരുമാക്കി അല്ലാഹു തആല അവരെ മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിയിൽ ഇന്നത്തെ മുഖ്യ പ്രഭാഷകനും മുഖ്യ കേന്ദ്രവും ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കട ഉസ്താദ് അവറുകളാണ്. നമുക്കറിയാം കേരളത്തിന്റെ അകത്തും പുറത്തും പരിശുദ്ധ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ വിശുദ്ധമായ ആശയാദർശങ്ങൾ യാതൊരു ഭയവും കൂടാതെ നിർഭയത്തോടുകൂടെ പരിശുദ്ധമായ ദീനിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ പറയുന്നതിൽ വളരെ മുൻപ് നിന്നുകൊണ്ട് നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ടവർ അല്ലാഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യമൊക്കെ പ്രദാനം ചെയ്യട്ടെ. അതുപോലെ നേർച്ച പരിപാടികൾ, ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങൾ, ഈ ആണ്ട് ഇവിടുത്തെ മഖാമിന്റെ പരിപാലനം തുടങ്ങിയിട്ടുള്ളതൊക്കെ നിർവഹിക്കുന്ന ജാമിഅ ദാറുസ്സലാം അറബിക് കോളേജിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ പ്രധാനിയായ ബഹുമാനപ്പെട്ട ശൈഖുന എ.വി. ഉസ്താദ് ഉൾപ്പെടെയുള്ള ഇതിന്റെ ഭാരവാഹികൾ, പ്രവർത്തകന്മാർ, സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഓരോ പ്രദേശത്തുമുള്ള സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ഭാരവാഹികൾ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. ഈ പരിപാടി വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ
വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങളോടുകൂടെ നേർച്ചയാക്കുന്നവർ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും മറ്റു മതവിശ്വാസികൾ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും റാഹത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ അഭിവന്ദനായ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവ് അവരുകളെ വളരെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് വആഖിറു ദഅ്വാതി അൽഹംദുലില്ലാഹ് വസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.